NSS-SNDP പിന്തുണയ്ക്കു പിന്നാലെ സമസ്തയുടെ വേദിയിലും ഇടം നേടി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മലപ്പുറത്ത് ജമാനൂരിയ സമ്മേളനത്തിലാണ് ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല എത്തുന്നത്. ജനുവരി 4-ന് MK മുനീർ അധ്യക്ഷനാകുന്ന സെഷൻ ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ചെന്നിത്തല ജാമിയയിലെത്തുന്നത് ലീഗ് നേതൃത്വത്തിന്റെ താൽപര്യമെന്ന് വിവരം. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, കൂടുതൽ വിശദാംശങ്ങൾ. മുസ്ലിം ലീഗിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന കോളേജ് ആണ് പട്ടിക്കാട് ഉള്ള ജാമിയ നൂരിയ കോളേജ്. ഈ കോളേജിൽ ഒരു സെക്ഷനിലാണ് ഇപ്പോൾ ചെന്നിത്തല പങ്കെടുക്കാൻ എത്തുന്നത്. ഈ മാസം 4-ാം തീയതി നടക്കുന്ന ഒരു പരിപാടിയിൽ ഒരു പ്രത്യേക സെഷനിലാണ് ചെന്നിത്തല അതിന്റെ ഉദ്ഘാടകനായി എത്തുക. മുസ്ലിം ലീഗിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ചെന്നിത്തല എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണയിൽ നമുക്ക് VD സതീശൻ ഇവിടെ വാർഷിക പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് ഒരു ഇടം നൽകിയിട്ടില്ല. കാരണം നമുക്കറിയാം, രമേശ് ചെന്നിത്തല ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം അണിയറയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള വിഭാഗീയത കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ പിന്തുണ വിവിധ ഇടങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. NSS-ഉം SNDP-യും അടക്കം രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല എത്തുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം തന്നെയാണ്. രോഹിണി. അതെ ശിവദാസ്, അത് മാത്രമല്ല, വലിയ രീതിയിലുള്ള ആഭ്യന്തര കലഹം കോൺഗ്രസിനുള്ളിൽ നടക്കുമ്പോൾ ഇത്തരത്തിൽ NSS-SNDP പിന്തുണയും അതോടൊപ്പം ലീഗ് നേതൃത്വത്തിന്റെ താല്പര്യവും രമേശ് ചെന്നിത്തലയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ കലഹം നടക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയാണ്. വലിയ രീതിയിലുള്ള വടംവലി. ഇപ്പോൾ ആരുടെയൊക്കെ അനുകൂല നിലപാട് തങ്ങൾക്കുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ ഈ നേതൃത്വത്തിലെ വിവിധ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? ചെന്നിത്തലയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? അനുകൂലമായ ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ് ഇപ്പോൾ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് NSS രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ SNDP 8 വർഷത്തെ അകൽച്ചയ്ക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തലയെ അവരുടെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിതാവായി എത്തിയത്. ഇതും 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. അത്തരത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വിവിധ ഇടങ്ങളിൽ നിന്നും സമുദായ സംഘടനകളിൽ നിന്നും പിന്തുണ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് UDF-ന്റെ ഒരു പ്രധാനപ്പെട്ട ഘടക കക്ഷി കൂടിയാണ്. രണ്ടാമത്തെ പ്രബല ഘടകകക്ഷി കൂടിയാണ് മുസ്ലിം ലീഗ്. അവർ നേതൃത്വം നൽകുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായ ഒരു കോളേജ് ആണ് പട്ടിക്കാടുള്ള ജാമിയ നൂരിയ. ഈ കോളേജിന്റെ വാർഷിക സമ്മേളനം സാധാരണ വിപുലമായി തന്നെയാണ് സംഘടിപ്പിക്കാറുള്ളത്. കഴിഞ്ഞ തവണ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ ഇവിടെ പങ്കെടുത്തിരുന്നു. എന്നാൽ ഈ 4 ദിവസം നടക്കുന്ന ഈ പരിപാടിയിൽ ഒരു ദിവസം പോലും VD സതീശൻ പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇടം ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ഒരു സെഷനിൽ ഉദ്ഘാടകനായി വിളിച്ചിരിക്കുന്നത്. ഈ സെഷന്റെ അധ്യക്ഷൻ മുൻ മന്ത്രി കൂടിയായ മുസ്ലിം ലീഗ് നേതാവ് MK മുനീറാണ്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് വിവിധ മേഖലകളിലും UDF-നുള്ളിലും ഇത്തരത്തിൽ വലിയ പിന്തുണ ലഭിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.